ഹായ് ഫ്രണ്ട്സ്, H3 ഹെസ വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് പാല് പൊരിച്ചാലോ? കുറച്ച് കാലം മുമ്പ് വരെ എൻ്റെ ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലൊക്കെ നിറഞ്ഞു നിന്ന ഒരു ഐറ്റമാണിത്. പിന്നെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് മാറ്റി വെച്ചൊരു ഐറ്റം കൂടിയാണിത്. പാല് പൊരിച്ചാൽ ടേസ്റ്റ് ഉണ്ടാവില്ല എന്നൊരു ധാരണയിലാണ് ഇത് ഇത്രയും കാലം ഉണ്ടാക്കാതിരുന്നത്. ഫസ്റ്റ് ടൈം ഉണ്ടാക്കിയപ്പോൾ തന്നെ ഞാൻ ഇതിൻ്റെ ഫാനായി. അങ്ങനെ കുറച്ചധികം പാല് വീട്ടിൽ കണ്ടപ്പോൾ ആദ്യം ഉണ്ടാക്കാമെന്ന് മനസ്സിൽ തോന്നിയത് ഇതാണ്. ഇതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് 1/2 ലിറ്റർ പാലാണ്. തീ ഒരു മീഡിയം ഫ്ലെയിം ആക്കിയതിന് ശേഷം ഇതിലേക്ക് ഞാൻ 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഏലക്കാപ്പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പഞ്ചസാര എടുത്ത അതേ അളവിൽ കോൺഫ്ലോർ ഞാൻ എടുത്തിട്ടുണ്ട്. കോൺഫ്ലോർ കുറച്ച് പാലിലോ അല്ലെങ്കിൽ വെള്ളത്തിലോ മിക്സ് ആക്കുക. എന്നിട്ട് തീ നല്ല ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം നമുക്ക് കുറച്ചായിട്ട് ഈ കോൺഫ്ലോർ മിക്സ് ഒഴിച്ചു കൊടുക്കാം. തീ നല്ല ലോ ആക്കിയതിന് ശേഷം മാത്രമേ കോൺഫ്ലോർ ഒഴിക്കാൻ പാടുള്ളൂ. പാലിനി നല്ല ടൈറ്റായിട്ട് വരും. ഇത് നന്നായിട്ട് ടൈറ്റ് ആവണം. ഒരു 3 മിനിറ്റ് ഇളക്കി കൊടുത്താൽ ഇത് നല്ല ടൈറ്റായിട്ട് വരും. ഈ ഒരു പാകമാകുമ്പോൾ ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഈ ഒരു സ്റ്റീൽ പാത്രത്തിലാണ് ഒഴിച്ചത്. ഇനി ഇതൊരു 1 മണിക്കൂറെങ്കിലും ഫ്രീസറിൽ വെക്കുക. 1 മണിക്കൂറിന് ശേഷം ഞാൻ ഇത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് ഇതൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫ്രൈ ആക്കാം. അതിനായിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് മൈദപ്പൊടി, കുറച്ച് പഞ്ചസാര, എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് മിക്സ് ആക്കുക. ഇത് ഫ്രൈ ആക്കാതെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഒരു പുഡിങ്ങൊക്കെ കഴിക്കുന്ന പോലെ ഉണ്ടായിരുന്നു തണുപ്പായപ്പോൾ. ഇനി നമ്മൾ കലക്കി വെച്ച മൈദ മിക്സിലേക്ക് ഒന്ന് മുക്കിയതിന് ശേഷം ബ്രെഡ് ക്രംസിൽ മുക്കി പൊരിക്കാം. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ. സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. എന്തെങ്കിലും അഭിപ്രായമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇത് കൂടുതലായിട്ട് ഫ്രൈ ആക്കേണ്ട ആവശ്യമില്ല. ഒന്ന് ചെറിയ ബ്രൗൺ കളറാവുമ്പോൾ ഇത് എണ്ണയിൽ നിന്ന് എടുക്കണം. ഇത് ഞാൻ ഇനിയും ഉണ്ടാക്കിയില്ലെങ്കിൽ ഇത് വലിയൊരു നഷ്ടമായി പോയേനെ. അത്രക്കും ടേസ്റ്റുണ്ട്. പുറമേ നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടും ഉണ്ടായിരുന്നു. മധുരം ഇഷ്ടപ്പെടുന്ന എന്നെ പോലെയുള്ള ആളുകൾക്കൊക്കെ ഇത് ഒരുപാട് ഇഷ്ടമാവും. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യാൻ മറക്കല്ലേ.